ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വീട്ടിൽ പോസ്റ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മയും ലേഖാൻ്റിയും വിളിക്കണത്. അമ്മയും ലേഖാൻ്റിയും ഇവിടുത്തെ വലിയ ബ്യൂട്ടീഷ്യൻസാണ്. അവർക്കപ്പം ഇന്നൊരു കല്യാണ വർക്കുണ്ട്. അപ്പം അമ്പൂരി എന്തോണ്. അപ്പം അവരെ ഇനി ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അതായിരിക്കും ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരണത് വഴിക്ക് വെച്ച് കാണാം. എല്ലാം മനസ്സിലായല്ലോ അല്ലേ? എൻ്റെ കിളി പോയിരിക്കുക. ഇന്നലെ തൊട്ട് ഭയങ്കര തലവേദന മാറുന്നില്ല. നമുക്ക് നോക്കാം. കൈസ്, ഇതാണ് എൻ്റെ അമ്മാമ്മ. ഞാൻ ആരെ പോലെ ഇരിക്കണെന്ന് അമ്മാമ്മ പറയണത്? പറ അങ്ങോട്ട്, വാ തുറന്ന്. ഷാരൂഖ് ഖാനെ പോലെ. എനിക്ക് തന്നെ നാണമായിപ്പോയി. ഗൈസ്, നമ്മൾ കുരങ്ങനെ പോലെ ഇരുന്നാലും നമ്മുടെ ലുക്കാണെന്ന് പറയണത് നമ്മുടെ വീട്ടുകാർ മാത്രമേ കാണുള്ളൂ. അയ്യോ, അപ്പോൾ റെഡിയായി. ഇനി ഫുഡൊക്കെ കഴിച്ച് ഇനി കാറെടുത്ത് അവരെ പിക്ക് ചെയ്ത് ഇനി അമ്പൂരി പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഫുഡിന് ദോശയും ഇതെന്തോ എൻ്റെ പേരെന്തോണ്, കിഴങ്ങ് കറി. ആദ്യം തന്നെ പൊട്ടറ്റോ കറി സ്റ്റാൻഡേർഡിൽ പറയുകയാണെങ്കിൽ. അമ്മാമ്മ സ്പെഷ്യലാണ്. അമ്മാമ്മ കൂടുതലായിട്ട് ഫുഡ് കഴിക്കും. എല്ലാം ടേസ്റ്റാണ് അമ്മാമ്മയുടെ ഫുഡൊക്കെ. ഞാൻ സാധാരണ ഈ കിഴങ്ങറി കഴിക്കാത്തതാണ്. പക്ഷെ അമ്മാമ്മ വയ്ക്കുന്ന ദോശയും അമ്മയുടെയും കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അമ്മാമ്മയുടെ കുറച്ചും കൂടെ കിടിലോ. അമ്മാമ്മയുടെ അടുത്ത് പോകാം. നീങ്ങ കളവി നീങ്ങി മാറി. ഞാൻ അപ്പുറത്തേക്ക് വേണ്ട, ഞാൻ അപ്പുറത്തേക്ക് നോളാം. അവിടെ ഇരി. ഭയങ്കര ബഹുമാനം. ഞാൻ വന്നപ്പം മാറിത്തന്നു. അയ്യോ 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 അയ്യോ. ഞാൻ വീട്ടിൽ പൈസ ചോദിക്കില്ല അമ്മയുടെ അച്ഛൻ്റെ. പക്ഷെ അമ്മാമ്മയുടെ പെൻഷൻ വെച്ചാണ് ഞാൻ ജീവിച്ചു പോണത്. അയ്യോ ഒന്ന് KSRTC കാരുടെ പെൻഷൻ ആയിട്ട് എന്താണ് പറയാനുള്ളത്? അവർ കാണും. KSRTC കാരൊക്കെ കാണും വീഡിയോ. പറ പ്രതിഷേധം അറിയിക്കൂ. പറ ശക്തമായിട്ട് പറയൂ. പറ എന്നാലേ. ഒന്നും അറിയാൻ നിവർത്തിയില്ല. മാസം തോറും തന്നോണ്ടിരുന്നു. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പം കിട്ടുന്നില്ല. എവിടെയാണ് മന്ത്രി വന്നതിന് ശേഷം നമുക്ക് മുടങ്ങിക്കിടന്ന എല്ലാ പെൻഷനും കിട്ടി തുടങ്ങി. കേൾക്കുന്നോ ഗണേഷ് സാർ? ഇത് കേൾക്കുന്നോ നിങ്ങൾ? ഇത് സാറിന്റെ തൊഴയൊന്നും വേണ്ട, തരണേ തന്നാ മതി. അത്ര മതി. തൊഴുത് വാങ്ങേണ്ട ആവശ്യമൊന്നും. ഈ മാസം ഇതുവരെ കിട്ടിയില്ല. നമുക്ക് അർഹതപ്പെട്ട പൈസയാണ് ഞാൻ ചോദിക്കണത്. ആ പൈസ കിട്ടിയിട്ടാണ് എനിക്ക് ഈ മാസത്തെ കിട്ടിയിട്ടാണ് എനിക്ക് വണ്ടർല പോവാൻ. അല്ലേ? പറ അങ്ങോട്ട്. നമുക്ക് പെൻഷൻ കിട്ടിയാല് ഒരുപാട് മരുന്നൊക്കെ വാങ്ങാനുണ്ട്. അത് തന്നെ, വൃദ്ധരായ ജനങ്ങൾ ജീവിക്കേണ്ട കായ്സ്. നിങ്ങൾ പറയൂ, പെൻഷനൊക്കെ മുടങ്ങാതെ കൊടുക്കൂ സർക്കാര്. എല്ലാം വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ടൊക്കെ എവിടാ? നമുക്കൊന്ന് കാണേണ്ടിയിരിക്കുന്ന ഇത് ഭീഷണിയൊന്നും അല്ല കേട്ടോ. ഇനി അവസാനം ചുമ്മാ ഫണ്ടിന് പറഞ്ഞാണ്. ദൈവമേ, ഇനി അടുത്ത് ഇതിന് ഇനി ഞാൻ ജയിലിൽ പോയിട്ട് അപ്പം നമുക്ക് ഇനി അടുത്ത് ഭരണത്തിൽ ആരെങ്കിലും വരും. ഞാൻ മുഖ്യമന്ത്രി ആയിട്ട് വേണം കുറെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ. എന്തൊക്കെ ചെയ്യണം ഗൈസ്? നിങ്ങൾ മുഖ്യമന്ത്രിയായ നിങ്ങൾ ഈ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എല്ലാവർക്കും കറക്റ്റായിട്ട് പെൻഷൻ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ, ഞാൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ. ശരി എന്നാ ഞാൻ പിന്നെ പറ ഞാൻ അങ്ങോട്ട്. ഞാൻ നേരത്തെ ഷാരൂഖ് ഖാനെ പോലെ അല്ലേ ഇരിക്കണം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് ദുൽഖറിനെ പോലെ ഇരിക്കണമെന്ന് പറയൂലേ? പറ. ദുൽഖറിനെ പോലെ എന്റെ കൊച്ചുമായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയും. അതെ അത് തന്നെ. നമ്മളെ പോലെയുള്ള കൊച്ചുമക്കൾക്ക് പെൻഷൻ കറക്റ്റായിട്ട് അല്ല അവർക്ക് കിട്ടിയാലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അതെ ശരിയപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോട്ടെ. ഓക്കെ, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മാമ്മ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ. വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാം. ചൂടാണെങ്കിലും മഴയാണെങ്കിലും എപ്പോഴും സ്റ്റേ ഹൈഡ്രേറ്റഡ് ഗൈസ്. അല്ലേ? എപ്പോഴും വെള്ളം കുടിക്കണം അല്ലേ? നമ്മൾ ഒരു ദിവസം 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം അല്ലേ? വെള്ളം അച്ഛന് മറ്റേ നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് ഇവിടെ ജനഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു.
പോലീസ് ചെക്ക് പോസ്റ്റിൽ. അപ്പം അവിടെ മെനഞ്ഞാന്ന് 3 പേരെ കൊണ്ടുവന്നു തലയിറങ്ങി വീണിട്ട്. അവർ വെള്ളം കുടിക്കാഞ്ഞാണ് തലയിറങ്ങി വീണേന്ന്. എന്തൊക്കെയാണ് ഗൈസ് ഈ കൊച്ചു കാലത്ത് എന്തൊക്കെയാണ് ഗൈസ് നടക്കുന്നത്. അപ്പം ഞാൻ കാറെടുത്തിട്ട് പോയി പിക്ക് ചെയ്തിട്ട് ഇത് കുറേ നേരം കൂടി പറയാനല്ലേ ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഫൈനലി ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പക്ഷേ പോസ്റ്റായി പോയി. അവർ ഇനിയിപ്പം ഉച്ചയാവുമായിരിക്കും. ഇനിയിപ്പം ഞാനും കൂടെ വിളിക്കാത്ത കല്യാണത്തിന് കയറി ഫുഡ് കഴിക്കേണ്ടി വരും. ക്രിസ്ത്യൻ കല്യാണം നോർമലി ഉച്ചയ്ക്ക് എന്തായിരിക്കും? ചിക്കൻ സദ്യ ആവാൻ ചാൻസ് ഇല്ലല്ലോ. പള്ളി കാണുന്ന പള്ളി ഇവിടെ കാണാമോ? അത് ബാക്കിൽ കാണുന്നതാണ് പള്ളി. പക്ഷേ ഇത് അമ്പൂരിയിൽ അങ്ങ് ഉള്ളിലോട്ട് നല്ല ഏരിയ കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. നോക്കാം, മലയൊക്കെ കണ്ടില്ലേ? അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഇനി ഫുൾ പോസ്റ്റാണെന്ന് തോന്നുന്നു. ഇനി കല്യാണം തുടങ്ങിയില്ല. കല്യാണമൊക്കെ തുടങ്ങിയിട്ട് ഫുഡ് കൊടുക്കാൻ നേരത്ത് ഞാനും കൂടെ ചുമ്മാ കയറി ഫുഡ് കഴിച്ചിട്ട് അവരിറങ്ങുമ്പോൾ അവരെയും കൊണ്ട് പോവാം. അതായിരിക്കും നല്ലത്. പിന്നെ ഗൈസ്, സപ്പോർട്ടിനെല്ലാം താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് മെസ്സേജൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം എന്ത് പറയാനാണ്, നല്ല രീതിയിൽ ചെയ്യണുണ്ട്, കൊള്ളാം എന്നൊക്കെ ഓരോ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് വരുമ്പം സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ പോലെയാണ്. അത് കൊള്ളാം, നല്ല എനിക്ക് തന്നെ കൊള്ളാലോ ആൾക്കാരൊക്കെ. എനിക്ക് വേറൊന്നും വേണ്ട. ലൈക്ക് ഞാനാണെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ് ട്രൈ ചെയ്ത് പോണതല്ല, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണ് ചെയ്യണത്. അപ്പം എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്ന ആൾക്ക് ബോറിങ് ഇല്ലാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കുറച്ച് നേരം കാണാൻ പറ്റിയ നല്ലൊരു ഫണ്ണായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്ത് ഇടണം. അത്ര എനിക്കുള്ളൂ ആഗ്രഹമുള്ളൂ. പിന്നെ ഈ വ്ളോഗിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലാത്തത് ഞാൻ തന്നെ ഇടയ്ക്ക് എന്ത് പറയാനാണ്, ഞാനൊരു വ്ളോഗറാണ് എന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് മറക്കാറുണ്ട്. കാരണം ഞാനാണെങ്കിൽ കുറേ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ നമ്മൾ കോവളത്ത് പോയൊക്കെ കുറേ ഫണ്ണായിരുന്നു ഫ്രണ്ട്സ് വരെയൊക്കെ. അതൊക്കെ നല്ല കണ്ടന്റ് ആയിരുന്നു, വീഡിയോ എടുക്കായിരുന്നു എന്ന് പിന്നീടാണ് ആലോചിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ വ്ളോഗറാണെന്നുള്ള കാര്യം ഞാൻ തന്നെ മറന്നു. അതാണ് വീഡിയോസ് ഇടാൻ ലേറ്റ് ആവണത്. ഇനി തൊട്ട് വീണ്ടും മടിക്കാണ്ട് കൺസിസ്റ്റൻസി ആയിട്ട് ഇപ്പം മറ്റേ വീഡിയോ ഇട്ടിട്ട് ഒരു 10 ദിവസമല്ലേ ആവണുള്ളൂ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് വേണം. സപ്പോർട്ട് കമൻറ്റിൽ ഹാർട്ടിൻ്റെ രൂപത്തിൽ സപ്പോർട്ട് കാണിക്കുമോ. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗൊക്കെ എൻജോയ് ചെയ്യണുണ്ട്, കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി വിളിക്കാത്ത കല്യാണത്തിനും എന്നെ അമ്മയും ലേഖാൻ്റിയും വിളിച്ചായിരുന്നു. അമ്മയും ലേഖാൻ്റിയും പ്രത്യേക ബോണ്ടാണ് കേട്ടോ. ഇത്ര നേരം കാറിൽ ചില്ലായിരുന്നു. ലേഖാൻ്റിയുടെ ഓരോ കഥകളും അവർ ഫുൾ വൈബാണ് കേട്ടോ. അവർ ബെഡ ദോസ്താണ്, അവർ ചില്ല് ടീമാണ്. അപ്പം അവരിവിടെ ഈ കല്യാണ ചേച്ചി UK എന്തോമാണ്, പയ്യൻ ഇവിടുത്തെ പയ്യൻ്റെ വീടാണ് ഈ അമ്പൂരി ഇങ്ങോട്ടുള്ള. അപ്പം രണ്ടുപേരും ലവ് മാരേജ് പ്ലസ് അറേഞ്ച്ഡ് എന്നാണ് ലേഖാൻ്റി പറഞ്ഞത്. ആ ചേച്ചി UK കൊണ്ടുപോവുകയാണ് ആ പയ്യനെയും കൂടെ. UK ഗേൾസ് വല്ലതും ഇതിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകണതിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പം അങ്ങനെയാണ് കല്യാണം. എന്തായാലും ഈ കല്യാണ പെണ്ണും ചെറുക്കനും ഈ വ്ളോഗെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഹാപ്പി മാരീഡ് ലൈഫ് ഗൈസ്. എൻജോയ് ചെയ്യൂ, ലൈഫ് ചില്ല് ചെയ്യൂ, ഒറ്റ ലൈഫുകളിൽ അടിച്ചു പൊളിക്കൂ. ആ സൈഡ് ഇത് 4 ചുറ്റും മലയാട്ടോ ഈ ഏരിയയിൽ. അവിടെ മല, ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടവും ഫുള്ളൊരു വന്ന റൂട്ട് പൊളിയായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത്, ഇപ്പോൾ സെറ്റായിരുന്നു. ഡ്രൈവും പൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഫുള്ള് പച്ചപ്പും. ഈ ഏരിയയൊക്കെ പൊളിയാണ് കേട്ടോ. ഞാൻ താമസിക്കണ മലയൻകീഴാണ്. മലയൻകീഴ് എന്ന് പറയുമ്പം കറക്റ്റ് എന്തോ പറയാനാണ്, ഒരു ടൗണും അല്ല നാട്ടും പ്രദേശമാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്, എല്ലാമാണ്, സെറ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് ഇപ്പം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ പോകാനായാലും അറൗണ്ട് 10 കിലോമീറ്റർ, പാപ്പനംകോട് ആ റൂട്ട് പോകാനാണെങ്കിൽ 10 കിലോമീറ്റർ, കാട്ടാക്കട ആ റൂട്ട് പോകാനാണെങ്കിൽ 10 കിലോമീറ്റർ. എല്ലാ റൂട്ടും നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. പക്ഷേ എന്നാൽ തിരക്കില്ല. പക്ഷേ എല്ലാം ഇപ്പം നമുക്ക് ആ മലയൻകീഴ് ജംഗ്ഷനിലോട്ട് ഇറങ്ങിയാൽ തന്നെ സത്യം പറഞ്ഞാൽ നമ്മളെ ജംഗ്ഷനാണ് ബേക്കറി ജംഗ്ഷൻ എന്ന് പേരിടേണ്ട. ഒരു 10-30 ബേക്കറിയെങ്കിലും ഉണ്ട്. പക്ഷേ എല്ലാ ബേക്കറിയിലും തിരക്കും ഉണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷേ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഹോം ടൗൺ ടൂർ തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എൻ്റെ മലയൻകീഴ് ഏരിയ ചുറ്റി കാണണമെങ്കിൽ ഞാൻ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്നൊക്കെ ഒരു പ്രത്യേക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇത്. ഫുള്ള് വീടുകൾ തമ്മിൽ, ഒരു വീട് കഴിഞ്ഞ് ഒരു 500 മീറ്റർ കഴിഞ്ഞ് അടുത്ത വീടൊക്കെ ഉള്ളൂ.
നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനമായിട്ട് ഒരിടത്ത് തിരക്കൊന്നും ഇല്ലാണ്ട് സൗണ്ട് ഇല്ലാണ്ട് ജീവിക്കണമെങ്കിൽ ഇവിടെ വന്ന് ജീവിക്കൂ ഗൈസ്. അമ്പൂരി കൊള്ളാം. ഒരു ഏക്കർ അങ്ങ് വാങ്ങിയിട്ടാലോ? കാണുന്ന അച്ഛാ, വീഡിയോ കാണുന്ന അച്ഛാ, 1 ഏക്കർ നമുക്കങ്ങ് വാങ്ങിയാലോ? അപ്പോൾ ഫുൾ ഓണായിട്ടിരിക്കും. ചൂട് ഇവിടെ വലിയ ചൂടില്ല കേട്ടോ, നല്ല തണുപ്പും നല്ല ആംബിയൻസാണ്. കൊള്ളാം. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ പരിപാടി രാവിലെ എണീറ്റിട്ട് എനിക്ക് 2 ദിവസം കൊണ്ട് നല്ല തലവേദനയായിരുന്നു. എന്താന്ന് പറഞ്ഞോട്ടെ, 1 മാസം മുമ്പ് കുളത്തിയാണ്. ഞാൻ വിചാരിച്ചു ഇനി കുളത്തിൽ നിന്ന് അമീബ വല്ലതും തലയിൽ കയറിയ മൂക്കിക്കൂടുമല്ലോ, അങ്ങനെയൊക്കെ ചുമ്മാ വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ പരിപാടി എണീറ്റിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നു, വേറെ പരിപാടിയൊന്നും ഇല്ലാണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മഴയൊക്കെ പറഞ്ഞുണ്ട് കുളത്തിൽ പോയിട്ട് ഒന്ന് ചില്ല് ചെയ്യാം. നമ്മളവിടെ ശിവ എന്ന് പറഞ്ഞിട്ടുണ്ടോ, അവന്റെ വീട്ടില് പശുത്തൊഴുത്തൊക്കെ ഉണ്ട്. അപ്പം അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിരുന്നേ. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ പശുവിന്റെ ബൂബു പാല് കറക്കണ വീഡിയോ കാണണമെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. പശു ബൂബുന പാല് കറക്കണ വീഡിയോ കാണണമെങ്കിൽ അത് ഞാൻ വ്ളോഗ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം പോലെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ പോയിട്ട് അതിന്ന് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇന്ന് 2-3 മെസ്സേജൊക്കെ വന്ന്, റോഷന നീ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോഷന എൻ്റെ 8 തൊട്ട് 10 വരെ നമ്മൾ ഒരുമിച്ച് പഠിച്ചേ. അവളെനിക്ക് ഈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചു. അതെനിക്ക് വല്ലാത്ത ഹാപ്പി ആയിരുന്നു. എടാ വ്ളോഗ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ്. റോഷനാണെങ്കിൽ ഒരു ദിവസം റോഷന അവരെല്ലാം എന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ +2 വരെ പക്ക ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഇൻട്രോവേർട്ടായിരുന്നു. വീട്ടിൽ ഗസ്റ്റ് വന്ന മൂത്തൂക്കൽ, ആരും മൂത്തൂക്കൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ കുഞ്ഞിങ്ങനെ നടക്കുള്ളൂ, ആരുടെ സംസാരം. എനിക്ക് പേടിയാണ്, സ്റ്റേജ് ഫിയർ. എന്താ പറയാനോ, ഫുള്ളി ഞാൻ പേടിച്ച് ചുമ്മാ പെമ്പിള്ളടുത്ത് സംസാരിക്കൂല. അവരുടെ അടുത്ത് ഇരിക്കുമ്പം ഒരു അൺകംഫർട്ടബിൾ വരാം. +2 അല്ല +1 പകുതി വരാം. പിന്നെ +2 പിന്നെ മാറി തുടങ്ങി. പിന്നെ കോളേജിൽ കയറിയപ്പോൾ ഞാൻ എക്സ്ട്രോവേർട്ടിന്റെ അങ്ങേയറ്റമായി. ഇപ്പം ഞാൻ എക്സ്ട്രോവേർട്ടിന്റെ അങ്ങ് പീക. എനിക്കിപ്പം ഞാൻ റോഡിന്റെ ജംഗ്ഷനിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ ഡാൻസ് കളിക്കും. എനിക്കിപ്പോൾ ഒരു നാണോ മാനോ ഇല്ല, ഒരു ഉളുപ്പില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നെ ഇപ്പം നേരിട്ട് അറിയാവുന്നവരൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് പറയണുണ്ട് കേട്ടോ. അപ്പോൾ റോഷൻ ഇങ്ങനെ പറഞ്ഞോട്ടോ, ചെറുക്ക നീ ഇൻട്രോവേർട്ടായിരുന്നു, നീ മാറിപ്പോയല്ലോ അബി. എനിക്കാണെങ്കിൽ എന്ന് വെച്ചാൽ അവർക്കൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റും. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു, റോഷനെ അല്ലാണ്ട് കുറേ പേര് പറഞ്ഞു. റോഷൻ എനിക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് തന്നായിരുന്നു. വ്ളോഗ് കണ്ടിട്ട് കുറേ നാൾക്ക് ശേഷം റോഷൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. റോഷന, ഇത് വീഡിയോ ഡെഡിക്കേറ്റഡ് ഫോർ യു. ഓക്കെ. റോഷൻ ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചോളൂ. റോഷന എവിടെയാണ്, വീഡിയോ ഒന്നും കാണാനില്ലല്ലോ ബി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചോളൂ. നീ പറഞ്ഞുകൊണ്ടാണ്, അപ്പോഴാണ് ഞാൻ ആലോചിക്കണം ഇന്ന് വ്ളോഗ് എടുത്താലോ എന്ന്. അപ്പോൾ ഈ വ്ളോഗ് എടുക്കാൻ കാരണം റോഷനാണ്. അപ്പം ഞാൻ ഇന്ന് കുളിച്ചിട്ട് മുടി നേരെ സെറ്റായില്ല. മുടി വെട്ടണ്ടായിരുന്നു കഴിച്ച്, ഞാൻ ഫുള്ള് മുടി വളർത്തിയിരുന്നതാണ്. ചൂട് കാരണമാണ് മുടി വെട്ടി. ചൂടെന്ന് വെച്ചാൽ അൺസൈക്കബിൾ ചൂട്. പിന്നെ മുടി ഒഴിച്ചിട്ട് എൻ്റെ കൂടെ ചൂട് കാരണം മുടിയും കൂടെ ഒഴിച്ച് ഫുൾ ഡാർക്കായി. അപ്പം ഞാൻ വിചാരിച്ചു മുടി വെട്ടി സെറ്റാക്കാം. ഇനി ഞാൻ കല്യാണം തുടങ്ങുന്ന ടൈം ഇനി അമ്മേനോ അവർ മേക്കപ്പ് കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചിട്ട് ഫുഡ് കൊടുക്കുന്ന ടൈം ആകുമ്പോൾ പോയി ഫുഡും കഴിച്ച് തിരിച്ച് കാറിൽ വരാം. എന്നിട്ട് അവരെയും പിക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ. പോയിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ശിവയുടെ അങ്ങ് പോയിട്ട് കുളത്തിലൊക്കെ പോവാം. ഓക്കെ. ഞാൻ അങ്ങനെ പള്ളിയിൽ അവിടെ വന്നു. ഞാൻ പയ്യനെയും ചെറുക്കിനെയും പെണ്ണിനെയും ഞാൻ കാണിച്ചു തരും. ഓക്കെ. അവർ വീഡിയോ ഷൂട്ടിലാണ്. എന്നെ അമ്മേനെയും ലേഖേൻ്റെയും കാണിച്ചു തരാം. അതോ നിൽക്കുക അമ്മയും ലേഖേൻ്റി അവിടെ. അപ്പം പള്ളി ഇരിക്കണത് ഫുള്ള് നൈസ് ഫ്രെയിമിലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഫുള്ളുമല്ല, സീനിയാട്ടോ. എന്ന് നിങ്ങൾ നോക്ക്, അവിടെ കുറേ ബഡീസ് ഡെഡായി. RIP. റെസ്റ്റ് ഇൻ പീസ് ഗൈസ്. അയ്യോ, ഒരു ദിവസം നമ്മളും ഇതേപോലെ ഡെഡാവും ഗൈസ്. അപ്പം അതിനു മുമ്പേ ലൈഫ് എൻജോയ് ചെയ്തിട്ട് വേണം ഡെഡാവേ. ഒരു ലൈഫല്ലേ ഉള്ളൂ. ഞാൻ ഇതെപ്പോഴും പറഞ്ഞ ഡയലോഗാണ്, അത് ഉള്ള കാര്യം തന്നെയാണ്. അത് 3 നൈസല്ലേ. ഏത് മലയാണോ എന്ന് തോന്നും. എൻ്റെ മേളിൽ നിന്നുള്ളൊക്കെ വ്യൂ കിട്ടില്ലായിരിക്കും. നേടാമിൻ്റെ വ്യൂവും അതെല്ലാം കിട്ടും. നമുക്ക് ആ മണിയൊന്ന് അടിച്ചാലോ? വേണ്ട, ഒരു സീനുണ്ടാക്കണ്ട കല്യാണമായി. അതാണ് ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. വേണ്ട, ഡീസൻ്റ് ആയിട്ട് ഇരിക്കൂ. ഓക്കെ, ഞാൻ ഡീസൻ്റ് ആയിട്ട് ഇരിക്കാൻ പോകും.
ശാന്തി തീരം. അപ്പോൾ അതിനകത്തും കുറേ തോന്നുന്നൊക്കെ അവരെന്താ, അവർ VIP ആണോ? അല്ല, പ്രത്യേകം ഗ്ലാസ്സിനകത്താണ് അടക്കിയിരിക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകത കാണുമായിരിക്കുമല്ലേ. ഓരോ കൾച്ചറിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഫീലുണ്ട് കേട്ടോ. റിലീജിയസ് പരമായിട്ടുള്ളതായാലും എല്ലാ രീതിയിലും എല്ലാ കാസ്റ്റും എല്ലാം വെറൈറ്റി ഉണ്ട്. ആരാന്തേ കാസ്റ്റും റിലീജിയനെ കണ്ടുപിടിച്ചത്? തലവേദന എന്നല്ലേ, മര്യാദയ്ക്ക് മനുഷ്യൻ എന്നുള്ള ഒറ്റ ഇത് മതിയായിരുന്നു അല്ലേ? നിങ്ങളുടെ അഭിപ്രായം ഇതും കമൻ്റ് ആയിട്ട് ഇടുക ഗൈസ്. ഒറ്റ ഇത് മതിയായിരുന്നല്ലേ? അപ്പം പിന്നെ അടി, ജാതി, മതം പ്രശ്നങ്ങളൊന്നും കാണില്ല എന്നല്ലേ? ഇത് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ. അപ്പം ഞാൻ ഫുഡിനായി വെയിറ്റിംഗ് ആണ് ഇവിടെ. ഫുഡ് എപ്പോൾ റെഡിയാക്കുമെന്ന് തോന്നുന്നു. വിശക്കണം. ഫുഡ് കഴിക്കാൻ കയറിയിട്ട് കാണാം. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ആ ഫുഡ് കഴിക്കായിരുന്നു. അമ്മയും ലേഖാൻറ്റി. മേക്കപ്പ് കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? കട്ട്ലറ്റ് ഉണ്ട്, വെറൈറ്റി ഫുഡാണ്. അതിന് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. ഓക്കെ, ഞാൻ കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഫുഡ് കഴിച്ച് കഴിഞ്ഞു. മഴ തുടങ്ങി കേട്ടോ. കിടിലോസ്കി മഴ. നല്ല മഴ വന്നപ്പം അങ്ങോട്ടുള്ള മലയുടെ രസം നോക്കേ. ഞാൻ അപ്പം പോയി കാറെടുത്തിട്ട് വരാം. കാറങ്ങ് ദൂരെയാ കൊണ്ടിട്ട്. അയ്യോ നൈസ് ചേട്ടാ. ഞാൻ നേരത്തെ കാറ് പാർക്ക് ചെയ്യുന്ന അടുത്തുള്ള മല കാണിച്ചു തരാം. അവരിങ്ങോട്ട് വരണുണ്ട് ഗൈസ്. മേക്കപ്പ് കഴിഞ്ഞ് തളർന്നു വരുന്ന ബ്യൂട്ടീഷ്യൻസ് ഗൈസ്. ഇവിടെ 25 കിലോമീറ്റർ മേപ്പിടോ? അപ്പോൾ പോയിട്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ അവരെ വീട്ടിലാക്കി. നല്ല മഴ. അപ്പം ഞാൻ ഇനി ഒരു മഴയത്തൊരു റൈഡ് പോയിട്ട് വരാം. ഓക്കെ ശരി, അപ്പം ടാറ്റ ബൈ. ഇതൊരു ചെറിയൊരു വ്ളോഗാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പോയിട്ട് വരാം. ഓക്കെ ബൈ.